പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. +1 ട്രാൻസ്ഫർ അലോട്ട്മെന്റിന്റെ പത്രക്കുറിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ജൂലൈ 29, 30 തീയതികളിലാണ്. ഇൻട്രോ ഒന്നുമില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ വിശദീകരിച്ച് തരാം എല്ലാം. പത്രക്കുറിപ്പ് വിഷയം +1 സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അഡ്മിഷൻ 2026 ജൂലൈ 29, 30 തീയതികളിൽ. ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷമുള്ള മെറിറ്റ് വേക്കൻസിയോടും പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ അധികമായി അനുവദിച്ച 120 താൽക്കാലിക ബാച്ചുകളിലെ സീറ്റുകളും ചേർത്തുള്ള വേക്കൻസി സ്കൂൾ ബാർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് അപേക്ഷിക്കാനുള്ള അവസരം 2026 ജൂലൈ 27 വൈകിട്ട് 4 മണി വരെ നൽകിയിരുന്നു. ഇത്തരത്തിൽ ആകെ ലഭ്യമായ അപേക്ഷകൾ എന്ന് പറഞ്ഞത് 51,134 അപേക്ഷകളിൽ കൺഫർമേഷൻ പൂർത്തീകരിച്ച 50,568 അപേക്ഷകൾ. അത് 51,134 പേര് അപേക്ഷിച്ചിരുന്നെങ്കിലും അതിൽ കൺഫർമേഷൻ നൽകിയത് 50,568 അപേക്ഷകളാണ്. അപ്പോൾ ഈ 50,568 അപേക്ഷകളാണ് കൺഫർമേഷൻ നൽകിയത്. ഈ 50,568 അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട് 2026 ജൂലൈ 29 രാവിലെ 10 മണി മുതൽ പ്രവേശനം സാധ്യമാകും വിധം പ്രസിദ്ധീകരിക്കുന്നതാണ്. അതൊക്കെ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ലഭ്യമാണ്. കാറ്റഗറി ലോഗിലെ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കാനുള്ള സൗകര്യം അതാത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ചെയ്തു കൊടുക്കേണ്ടതും ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ലെറ്റർ എടുത്ത് നൽകേണ്ടതുമാണ്. അതേ സ്കൂളിൽ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചാലും പുതിയ അലോട്ട്മെന്റ് ലെറ്റർ പ്രകാരം പ്രവേശനം മാറ്റി കൊടുക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് എന്താണ്, ഒരു സ്കൂളിൽ സയൻസ് എടുത്തൊരു കുട്ടിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെന്റിൽ ഹ്യൂമാനിറ്റീസ് കിട്ടി. അതേ സ്കൂളാണെന്ന് കരുതി അഡ്മിഷൻ എടുക്കാതിരുന്നൂടാ. ഒരേ സ്കൂളല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തന്നെ മാറ്റിക്കോളും എന്ന് കരുതി അഡ്മിഷൻ എടുക്കാതിരുന്നൂടാ. പുതിയ അലോട്ട്മെന്റ് ലെറ്റർ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യണം. അതേ സ്കൂളാണെങ്കിലും ശരി, പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തിട്ട് ആ സ്കൂളിൽ തന്നെ പ്രവേശനം മാറ്റിയെടുക്കേണ്ടതാണ്. അത് മാറ്റിയെടുക്കണം. ഇപ്പോൾ സയൻസിൽ നിൽക്കുന്ന കുട്ടി അതേ സ്കൂളിൽ ഹ്യൂമാനിറ്റീസിൽ കിട്ടിയാൽ എന്ത് ചെയ്യണം, തൻ്റെ പ്രവേശനം പുതിയ അലോട്ട്മെന്റ് ലെറ്റർ പ്രകാരം ഹ്യൂമാനിറ്റീസിലേക്ക് മാറ്റേണ്ടതാണ്. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവയുടെ അസലുമായി അലോട്ട്മെന്റിൽ ലഭിച്ച സ്കൂൾ കോഴ്സിൽ പ്രവേശനം നേടേണ്ടതാണ്. അത് നിങ്ങളുടെ TC, CC എല്ലാം എവിടെയാണോ നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾ കയറേണ്ടതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെന്റിന് ശേഷമുള്ള വേക്കൻസിയും മറ്റ് വിശദാംശങ്ങളും രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി 2026 ജൂലൈ 30 പ്രസിദ്ധീകരിക്കുന്നതാണെന്നുള്ള വിവരം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോൾ സെക്കൻഡ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ അതിന് ശേഷമാണ്. അപ്പോൾ പുതിയ കാണുന്ന